പോയിട്ടുണ്ട്. ദൈവമേ, ഈ എസ്സിനും പഠിച്ചില്ലല്ലോ. എന്താടി പഠിപ്പിച്ച് എന്തായിരുന്നു പഠിക്കുന്നേ? നല്ല പരീക്ഷ എല്ലാം പറഞ്ഞിരുന്നോ? എന്താടി പഠിക്കുന്നേ? അതൊന്ന് എക്സാം പറഞ്ഞിരുന്നല്ലേ? എക്സാമോ? അതെ, ഇത് എസ്എസ്സിന്റെ എക്സാം പറഞ്ഞിരുന്നല്ലേ? പഠിച്ചില്ലേ നിങ്ങളൊന്നോ? മൈ ഗോഡ്, എടി എക്സാം പറഞ്ഞിരുന്നു, ഞാൻ മറന്നുപോയി. എന്റെ ദൈവമേ, ഇത് എന്തോന്നെടുത്ത് എഴുതുന്നോ? ഒരു കുന്തവും പഠിച്ചിട്ടില്ല. ആ രുക്കുനി പാത്രം ഒന്നും കാണില്ല, ചെറുക്കന്മാരെ കാണാനില്ല. ഇത് പിള്ളേർന്ന് വരായിരുന്നെങ്കിൽ മതിയായിരുന്നു. ടീച്ചർ എക്സാം എടുത്തില്ലായിരുന്നു. കോപ്പി അടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. എടി നീ അറിഞ്ഞായിരുന്നോ? എന്റെ ദൈവമേ, എന്താ പ്രശ്നം? എന്താ അടിച്ചത്രേ? എടി ഇന്ന് എക്സാമാ, നീ വല്ല പഠിച്ചായിരുന്നോ? എന്റെ ദൈവമേ, ആ എസ്എസ് ടീച്ചർ പറഞ്ഞിട്ട് പോയതാ, ഞാൻ മറന്നു പോയത്. അയ്യോ, ഞാൻ പഠിക്കണമെന്ന് വിചാരിച്ചാണ്ടി ആ സമയത്ത് ടി വി കണ്ടിരുന്നത്. നല്ല കുട്ടികളൊന്നും കോപ്പി അടിക്കാറില്ല. ഒരു ദിവസം പഠിക്കത്തില്ല, എന്നും കോപ്പി അടിക്കാൻ വേണ്ടി ഇങ്ങ് വന്നോളൂ. താമസിച്ചത് ട്യൂഷൻ സെന്റർ വിടാൻ താമസിച്ചടി. നീ എന്താ വരാത്തെന്ന്? ഓ, അച്ഛൻ രാവിലെ കൊണ്ട് ആക്കി തരാന്ന് പറഞ്ഞായിരുന്നു. നീ ട്യൂഷൻ വന്നില്ല. കണ്ണ വരൂലേ? വരും വരും, അവിടെ തള്ളിക്കൊണ്ട് വരണ്. കണ്ണെങ്കിലും വല്ല പഠിച്ചാ മതിയായിരുന്നു. എന്താണ് രണ്ടും കൂടെ ഒരു കണ്ണും കണ്ണും കളി? ചെറുക്കന്റെ ഒരു കാര്യം നീ വായിച്ചിരിക്കാൻ ഒന്നും അവന്റെ മണ്ടയ്ക്കകത്ത് കയറണില്ല. ഉള്ളതിനൊക്കെ മണ്ടയ്ക്കകത്ത് കയറ്റി വെച്ച് മണ്ടയ്ക്കകത്തിരിക്കണം. നമുക്കൊന്ന് പറഞ്ഞു തരണേടാ. എന്നെ തല പൊളിച്ചങ്ങ് എടുത്തോ നീ. എന്തുവാടാ കണ്ണ, എന്നാലും നമ്മളൊരു ഫ്രണ്ട്സ് അല്ലേടാ. പരീക്ഷ ഇടായിരുന്നെങ്കിൽ മതിയായിരുന്നു. അറ്റൻഡൻസ് എടുക്കാൻ പോകണേ. അണ്ണൻ പ്രസന്റ് ടീച്ചർ. ടീച്ചർ പറയാൻ വയ്യല്ലേ? വയസ്സായി പോയോ? സോറി ടീച്ചർ. നെക്സ്റ്റ് സൽമാൻ പ്രസന്റ് ടീച്ചർ. ഫാദർ പ്രസന്റ് ടീച്ചർ. ഉണ്ടോ? ഇവിടെ പോവാനോ ടീച്ചർ? ഇവിടെ വരും വന്നിട്ടുണ്ടോന്ന്? ഇല്ല ടീച്ചർ, വന്നില്ല, ആബ്സെന്റ്. ശരിയല്ല കേട്ടോ ഇതിനൊക്കെ. രുക്കു പ്രസന്റ് ടീച്ചർ. സഞ്ജിത ടീച്ചർ എന്തെങ്കിലും കൊണ്ടുപോകാനാണോ? എന്തുവാണോ? അല്ല, സഞ്ജി തരാൻ പറഞ്ഞു ടീച്ചർ. സഞ്ജിത സഞ്ജിത എന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ല ടീച്ചർ, ആബ്സെന്റ്. ശരി കേട്ടോ വേണ്ടേ. പിന്നെ നിങ്ങൾക്ക് എക്സാം എല്ലാം പറഞ്ഞിരുന്നോ മക്കളെ? എക്സാമോ? ഒന്നും പറഞ്ഞില്ലല്ലോ ടീച്ചർ. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല ടീച്ചറെ. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ടീച്ചർ, ഇന്ന് വരുമ്പോ എക്സാം ഇടുമെന്ന് പറഞ്ഞായിരുന്നു. കണക്കെടുത്ത് എറിയണം. എന്താണോ കള്ളത്തിന് പറയുന്നത് ക്ലാസ് ഇരുന്ന്? ടീച്ചർ ഞാൻ അറിഞ്ഞില്ല ടീച്ചർ, കഴിഞ്ഞ ദിവസം ആബ്സെന്റ് ആയിരുന്നു ടീച്ചർ. ഇന്ന് മാത്രമല്ലേ ആബ്സെന്റ് ആയുള്ളൂ, ബാക്കി ആരും ആബ്സെന്റ് ആയില്ലല്ലോ. എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ഇരിക്കുക. അതെല്ലാം ചോദിച്ചിട്ട് വരെ കാര്യമുള്ളൂ. പഠിക്കണമെന്നില്ല. ഞാൻ കയറി വന്നോ എവിടെ വെച്ച് കേൾക്കാം ബഹളം. നിങ്ങളൊക്കെ ബഹളങ്ങള് ബുക്ക് അടിച്ചേ. പരീക്ഷ എടുത്തില്ല, ചോദ്യം ചോദിക്കാം. പരീക്ഷ നല്ല കോപ്പി എങ്ങനെ അടിക്കായിരുന്നു? സംസാരത്തിലാ? അല്ല, പഠിച്ചത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കായിരുന്നു ടീച്ചറെ. ക്ലാസ് ഫസ്റ്റ് അല്ലേ രുക്കു? പഠിച്ചു പഠിക്കാനൊന്നുമില്ല, എല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കൂ. പാത്തു സ്റ്റാൻഡ് അപ്പ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? എല്ലാരും നേരെ നോക്കണം. നിങ്ങൾ പാലക്കാട്ടേക്ക് പറഞ്ഞു ജയിക്കും. ഒരു വഹ പഠിക്കത്തില്ല. നേരെ വിടുമ്പോ 10 കിലോ മേക്കപ്പ് ഇട്ടോണ്ടിങ്ങ് വരും. ഇവിടെ എന്താ ഫാഷൻ ഷോ നടക്കുന്ന കണക്കാ. താരോട് ചിരിക്കുന്നേ? മിണ്ടോട്ട് ചിരിക്കാതെ. ഓ, ചിത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ ചിരി?
കൊതു കടിച്ച ടീച്ചർ. സ്റ്റാൻഡ് അപ്പ്. ദൈവമേ. വാസ്കോഡ ഗാമ എവിടെയാണ് ഇറങ്ങിയത്? കോഴിക്കോട് നിന്ന് പറോടി. എന്തോന്ന്? ഞാൻ കേട്ടില്ല. ഒന്നുകൂടെ പറടാ. പറോടി ആൻസർ അങ്ങോട്ടെ. അന്നെന്താ വായി നോക്കിക്കൊണ്ടിരിക്കുന്നേ? നേരെ നോക്ക് കണ്ണാ. കോഴിക്കോട് നിന്ന് പറ. കോഴിക്കോട്. പിള്ളേര് വ്യക്തമായിട്ട് പറഞ്ഞു തരേയില്ല. എന്താണ് നമ്മനെ? കൊച്ചി. കൊച്ചിയല്ല, നിന്റെ ഉച്ചി നോക്കി തരാനുള്ളത്. എന്തോ ആൻസർ ഒന്ന് പറടി. ബാഹ പഠിക്കത്തില്ല ഒരു ബാഹ. ഡാൻസ് കൂത്തും പാട്ടും എല്ലാം നടന്നോളങ്ങ്. പിന്നെ കോഴിക്കോട് നിന്ന് പറ. ടീച്ചർ കോഴിക്കോട് കോഴിക്കോട് ടീച്ചർ. ഓ ഇപ്പൊ ബുദ്ധി ഉദിച്ചോ എനിക്ക്? എപ്പോഴും ബുദ്ധി ഉദിക്കാറില്ല ടീച്ചർ, ചില നേരത്ത്. നല്ല തല്ലിട്ടായിട്ട് കുറവാ. അല്ലെങ്കിൽ പറയണ മുക്കും മൂലം കേട്ടോണ്ടിക്ക് വരും. ഉള്ള നല്ല കലിപ്പിലാണല്ലോ. സ്റ്റാൻഡ് അപ്പ്. യെസ് ടീച്ചർ. ഗാന്ധിജിയെ കുറിച്ച് 5 വാക്ക് പറയൂ. ഗാന്ധിജി ജനിച്ചത് 1869 ഒക്ടോബർ 2-ാം തീയതിയാണ്. ടീച്ചർ ബാക്കി പറയട്ടെ ടീച്ചർ. ഗാന്ധിജിയെ കുറിച്ച് 5 വാക്ക് പറ. ഏത് നേരം സംസാരം. ടീച്ചറെ പഠിച്ചോന്ന് ചോദിക്കായിരുന്നു. അത് താൻ പഠിക്കേ, എന്നിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാം. ഗാന്ധിജിയെ കുറിച്ച് 5 വാക്ക് പറയണോ? ഗാന്ധിജി ജനിച്ച വർഷം ഏതടി? 1869. ടീച്ചർ 1869 ഒക്ടോബർ 2-ാം തീയതി ഗാന്ധിജി ജനിച്ചു. ബാക്കി പറ വെച്ചേ അങ്ങോട്ടെ. എന്തോന്ന് പറയേ? 1874 ഒക്ടോബർ 2-ാം തീയതി ഗാന്ധിജിക്ക് 5 വയസ്സ് തികഞ്ഞു. ഉപ്പ് സത്യാഗ്രഹത്തിനെ കുറിച്ച് പറ. ഉപ്പ് 1879 ഒക്ടോബർ 2-ാം തീയതി ഗാന്ധിജിക്ക് 10 വയസ്സ് തികഞ്ഞു. എന്തുവാണോ ഗാന്ധിജി ബർത്ത്ഡേ മാത്രം പറഞ്ഞോണ്ടിരിക്കുന്നതേ? ഉപ്പ് സത്യാഗ്രഹത്തിനെ കുറിച്ച് പറവണ്ണി അങ്ങോട്ട്. ഉപ്പ് കച്ചവടത്തിന് ഉപ്പ് കച്ചവടോ അല്ല ഉപ്പ് പറക്കാൻ അറിഞ്ഞൂടാ. സ്വാതന്ത്ര്യം വാങ്ങിച്ച കാര്യം പറ അങ്ങോട്ട്. സ്വാതന്ത്ര്യം ആരൊക്കെ പഠിക്കരുത്. 2 ഉണ്ടക്കടുത്ത് മോദനം വെച്ചോളൂ നടന്നോളണം. പരീക്ഷ എഴുതാൻ വന്നത്. പരീക്ഷ നാളെ ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാം ഗാന്ധിജിയെ കുറിച്ചുള്ള എസ്സേ ഇമ്പോസ്റ്റ് 25 പ്രാവശ്യം എഴുതിക്കൊണ്ട് വരണം. ഞാൻ പഠിച്ചായിരുന്നു ടീച്ചർ. ഓക്കെ അറുതി എഴുതണ്ട ബാക്കി എല്ലാരും. ദൈവമേ രക്ഷപ്പെട്ടു. PT അല്ലേ? നാളെ എംബോസിഷൻ എഴുതാൻ ഒറ്റയാളും കൊണ്ട് വന്നോ വരുത്. എന്താണോ ടീച്ചർ? PT ടീച്ചർ. PT പോയിക്കോ വരുത്. ഇവിടുന്ന് എംബോസിഷൻ എഴുതിയാൽ പഠിച്ചാൽ മതി. കോലമോടോ എന്തിനാണോ നീ PT എന്ന് പറഞ്ഞത്? ഞാൻ ഓർമ്മിച്ചില്ല. പറഞ്ഞാട്ടല്ലോ PTക്ക് ഒറ്റ മനുഷ്യൻ പോണ്ട. ഇവിടെ ഇരുന്ന് പഠിച്ചാൽ മതി. നാളെ എക്സാം ഇടിപ്പിക്കും. ഞാൻ അറിഞ്ഞില്ലടി ടീച്ചർ ഇങ്ങനെ പറയൂന്ന്.